പ്രണയിനി ഭാഗം 14. എഡിയുടെ നെഞ്ചിൽ മുഖം അമർത്തി നിൽക്കുന്ന ആരുവിനെ അപ്പു ഒരു ചിരിയോടെ നോക്കിക്കൊണ്ട് അന്തം വിടാനൊരുങ്ങുന്ന കീർത്തുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്കരികിലേക്ക് നടന്നു. എന്നാൽ അവർ എഡിക്ക് അരികിലേക്ക് വരാനാന്നതും പെട്ടെന്ന് തന്നെ എഡി തൻ്റെ കൈ ഉയർത്തി അവരെ തടഞ്ഞിരുന്നു. ഇപ്പോൾ അടുത്തേക്ക് വരല്ലേ പ്ലീസ്. ആരുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് എഡി പതിയെ ചുണ്ടനക്കി പറയുന്നത് കേട്ടപ്പോൾ അപ്പുവിൻ്റെയും കീർത്തുവിൻ്റെയും ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. അതേ ചിരിയോടെ ആരുവിനെ നോക്കിക്കൊണ്ടവർ കിച്ചണിലേക്ക് നടന്നു. കിച്ചണിലെ ഒരു ഭാഗത്തിട്ടിരിക്കുന്ന ചെയറിൽ പോയിരുന്ന് എന്തോ ആലോചിച്ച് നിൽക്കുന്ന അപ്പുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് കീർത്തു വേഗം ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങി. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞിട്ടും അവനിൽ നിന്ന് ഒരു റെസ്പോണ്ടും ഇല്ലെന്ന് കണ്ടതും അവൾ ചെയ്യുന്ന പണി ഒരുവിധം തീർത്തുകൊണ്ട് നേരെ അവൻ്റെ അടുത്തേക്ക് ചെന്നു. ഒന്നും പറയാതെ വേഗം അവൻ്റെ മടിയിൽ കയറി അവൾ ഇരുന്നപ്പോൾ പെട്ടെന്ന് ചിന്തയിൽ നിന്നുണർന്ന അപ്പു അവളെ വീയാതെ ഇടുപ്പിൽ കൂടെ ചേർത്ത് പിടിച്ചിരുന്നു. അത് കണ്ടപ്പോൾ കീർത്തി ചിരിച്ചുകൊണ്ട് അവൻ്റെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. എന്തു പറ്റി അപ്പുവേട്ടാ? ഭയങ്കര ചിന്തയിലാണല്ലോ. എന്നെ പറ്റിയാണോ അതോ വേറെ ആരെങ്കിലും പറ്റിയാണോ? കുറുമ്പോടെ അവൾ ചോദിച്ചപ്പോൾ അപ്പു അവളെ നോക്കി പതിയെ ഒന്ന് ചിരിച്ചു. ഞാൻ ആലോചിച്ച് നിന്നത് എൻ്റെ പൂച്ചക്കുട്ടി പെണ്ണിനെയാണ് കീർത്തി. അവൾ എന്താ കീർത്തി ഇങ്ങനെ? ആരോടും ഒന്നും എതിർത്ത് സംസാരിക്കാൻ പോലും അവൾക്കാവുന്നില്ലല്ലോ. എത്ര തന്നെ ധൈര്യം കൊടുത്താലും സന്ദർഭം വരുമ്പോൾ അവൾ ആകെ നിന്ന് വിറക്കും. ഇന്ന് തന്നെ കണ്ടില്ലേ, അവളോട് അങ്ങോട്ട് പോയി ഇഷ്ടം പറഞ്ഞ് നമ്മളെ രണ്ടുപേരെയും പറഞ്ഞു മയക്കി പിന്നെ വെറുമൊരു കറിവേപ്പില പോലെ അവളെ ഉപേക്ഷിച്ചവൻ മുന്നിൽ വന്നിട്ട് പോലും അവൾക്കൊന്നും ചെയ്യാനോ പറയാനോ ആയില്ലല്ലോ. അത് പറയുമ്പോൾ അവനിൽ ദേഷ്യവും വേദനയും ഉണ്ടെങ്കിലും ദേഷ്യത്തേക്കാൾ മുന്നിട്ട് നിന്നത് വേദന തന്നെയായിരുന്നു. അപ്പു പറയുന്നത് കേട്ടപ്പോൾ ഒരു നിമിഷം കീർത്തുവിനും എന്ത് പറയണമെന്ന് മനസ്സിലായില്ല. അപ്പുവേട്ടൻ പറഞ്ഞത് ശരി തന്നെയാണ്. എന്നെ കൊണ്ടുപോകണമെന്നുള്ള അവരുടെ ആവശ്യം കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആരുവിനെ മറന്നുപോയി. നിങ്ങളെ രണ്ടുപേരെയും പിരിയേണ്ടി വരുമോ എന്ന ചിന്ത എന്നെ ആ നിമിഷം ഒരു ഭ്രാന്തിയാക്കും പോലെ തോന്നിയിരുന്നു. പക്ഷേ അപ്പുവേട്ടൻ അവൾക്ക് അടുത്ത് തന്നെ ഉണ്ടായിരുന്നല്ലോ. ഏട്ടൻ ഒന്ന് അവൾക്ക് ധൈര്യം കൊടുത്തൂടായിരുന്നു? മനസ്സിലുള്ളത് അങ്ങനെ തന്നെ അവൾ അവനോടും പറഞ്ഞു. എൻ്റെ നെഞ്ചിൽ പതുങ്ങിക്കൊണ്ട് അവൾ നിന്നപ്പോൾ തന്നെ ഞാൻ അറിഞ്ഞതാ അവളിലെ പേടി. പക്ഷേ ഞാനൊന്നും പറയാതെ നിന്നത് അവസാനമെങ്കിലും ആരുൻ്റെ നാവിൽ നിന്നും എന്തെങ്കിലും ഒന്ന് വരുമോ എന്ന് നോക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷെ അതും ഉണ്ടായില്ല. പിന്നെ അതും കഴിഞ്ഞ് അവർ പോയപ്പോൾ ഞാൻ കണ്ടതാ അവളിലെ വേദന. ഞാൻ അനുഭവിച്ചതാ അവളുടെ ഉള്ളിലെ പിടപ്പ്. അപ്പോഴും ഞാൻ കാത്തു. എല്ലാം മറന്നുകൊണ്ടവൾ എൻ്റെ നെഞ്ചിൽ ചേർന്ന് പൊട്ടിക്കരയുമെന്നോർത്ത്. അവിടെയും അവൾ എന്നെ തോൽപ്പിച്ചു. അല്ലെങ്കിലും അവൾ പണ്ടേ അങ്ങനെ തന്നെ ആണല്ലോ. ആദ്യം ആ നന്ദകിഷോർ ഭീഷണിപ്പെടുത്തി ഇഷ്ടം പറയിപ്പിച്ചതാണെന്ന് നമ്മൾ അറിയുന്നത് തന്നെ ഇപ്പോഴല്ലേ. നമ്മുടെ മുന്നിൽ അവൾ നന്നായി അഭിനയിച്ചു. എന്തിനു വേണ്ടിയാ കീർത്തി അവൾ അങ്ങനെ ചെയ്തത്? ഞാൻ അവളുടെ ഏട്ടനല്ലേ. അച്ഛൻ്റെയും അമ്മയുടെയും സ്ഥാനമല്ലേ എനിക്കവളിൽ. എന്നിട്ടും എന്തിനു വേണ്ടി അവൾ എന്നിൽ നിന്നും എല്ലാം മറക്കുന്നത്? പിന്നെ എഡി എഴുന്നേറ്റ് വരുന്നത് ഞാൻ കണ്ടത് കൊണ്ട് തന്നെയാണ് അവളെ ശ്രദ്ധിക്കാത്ത വിധത്തിൽ അങ്ങനെ തന്നെ നിന്നത്. അറിയാതെയാണെങ്കിലും അവനോടെങ്കിലും അവളൊന്ന് ഉള്ള തുറന്ന് സംസാരിക്കട്ടെ, ഒന്ന് കരയട്ടെ എന്ന് ഞാൻ ആശിച്ചു പോയി. അത് തെറ്റാണോ കീർത്തി? പറ. ഇടറുന്ന ശബ്ദത്തിൽ അവൻ പറഞ്ഞു നിർത്തിയപ്പോൾ കീർത്തി കരഞ്ഞുകൊണ്ടവനെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ അവനും ഒരാശ്വാസം എന്നോണം നിറഞ്ഞ കണ്ണുകൾ ഒന്ന് തുടയ്ക്കുക പോലും ചെയ്യാതെ അവളുടെ തോളിൽ മുഖം അമർത്തി വെച്ചിരുന്നു. ഇതേ സമയം നേരത്തെ എങ്ങനെയാണോ ഉണ്ടായത് അതുപോലെ ആരുവിനെയും ചേർത്ത് പിടിച്ച് അങ്ങനെ തന്നെ നിൽക്കുകയാണ് എഡി. എന്തുകൊണ്ടോ അവൻ്റെ ജീവിതത്തിലെ സുന്ദരമായ ഒരു നിമിഷമാണിതെന്ന് അവന് തോന്നിപ്പോയി. ഒരിക്കലും ഈ നിമിഷം അവസാനിക്കരുതേ എന്ന് പോലും അവൻ പ്രാർത്ഥിച്ചു പോയി. കാരണം അത്രമേൽ അവളോടുള്ള പ്രണയം അവനിൽ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ബൊമ്മക്കുട്ടി. കുറച്ചു നേരമായിട്ടും ആരും ഒന്ന് അനങ്ങുക പോലും ചെയ്യാതെ അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി നിൽക്കുന്നത് തുടർന്നപ്പോൾ എഡി അവളുടെ കാതിലേക്ക് ചുണ്ട് ചേർത്ത് പ്രണയത്തോടെ അതിനേക്കാൾ കുറുമ്പോടെ വിളിച്ചപ്പോൾ ആരു പെട്ടെന്ന് സ്വബോധം വന്നതുപോലെ ഞെട്ടിക്കൊണ്ട് അവനെ തലയുയർത്തി നോക്കി. അപ്പോളായിരുന്നു അവൾക്ക് താൻ ഇത്രയും നേരം എഡിയുടെ കയ്യിൽ ഒതുങ്ങി അവൻ്റെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുകയായിരുന്നു എന്ന് മനസ്സിലായത്. വല്ലാത്ത സങ്കടവും ഒറ്റപ്പെടലും ഒക്കെ തോന്നിയ നിമിഷം ഏട്ടനും കീർത്തനും താൻ ഒരു ഭാരമാവരുത് എന്ന് കരുതിയായിരുന്നു അവർക്കരികിൽ നിന്ന് നടന്നത്. എന്നാൽ പെട്ടെന്ന് മുന്നിൽ എഡിയെ കണ്ടപ്പോൾ സ്വയം നിയന്ത്രിക്കാനാവാതെ അവനിലേക്ക് ഒതുങ്ങിക്കൂടിപ്പോയി. അപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് പോലും താൻ ചിന്തിച്ചിരുന്നില്ല എന്നവൾ ഓർത്തു. എന്താ ആദ്യം ആലോചിക്കുന്നേ? എന്നെ പറ്റിയാണോ അതോ നീ എങ്ങനെ എൻ്റെ കൈക്കുള്ളിൽ എത്തിപ്പെട്ടു എന്നതിനെ പറ്റിയാണോ? അവൻ്റെ കുറുമ്പ് നിറഞ്ഞ ചോദ്യത്തിന് മുന്നിൽ പകച്ചുകൊണ്ടവൾ അവനിൽ നിന്നും അടർന്നു മാറാൻ ശ്രമിച്ചുവെങ്കിലും എഡി അതേ കുറുമ്പോടെ അവളെ വിടാതെ വീണ്ടും തന്നിലേക്ക് അണച്ചു പിടിച്ചു. എന്നെ വിട്, എനിക്ക് പോണം.
വിറയലോടെ അവൾ പറഞ്ഞപ്പോൾ എഡ്ഡി ഒരു നിമിഷം അവളെ നോക്കിയ ശേഷം പിന്നീട് ആരുവിൻ്റെ നെറ്റിയിൽ ഒന്നമർത്തി ചുംബിച്ചുകൊണ്ട് അവളെ വിട്ടു. അപ്പോൾ തന്നെ ആകെ വെപ്രാളപ്പെട്ടുകൊണ്ടവൾ അവനെ നോക്കാതെ വേഗം തന്നെ തൻ്റെ മുറിയിലേക്ക് ഓടിപ്പോയി വാതിലടച്ചു. അത് കണ്ട എഡ്ഡിയെ ഒരു കുസൃതി ചിരിയോടെ മീശ പിരിച്ചുകൊണ്ട് തിരികെ കിച്ചണിലേക്ക് അപ്പുവിനെ അന്വേഷിച്ച് ചെന്നു. അളിയാ. കീർത്തുവിനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന അപ്പുവിനെ നോക്കി ഇളിച്ചുകൊണ്ട് എഡ്ഡി വിളിച്ചപ്പോൾ അവർ രണ്ടുപേരും ഡോറിനരികിലേക്ക് നോക്കി. അപ്പോൾ അവരെ നോക്കി ഇളിച്ചു കൊണ്ടുവരുന്ന എഡ്ഡിയെ രണ്ടുപേരും ചിരിയോടെ നോക്കി നിന്നു. അപ്പോഴേക്കും അവനെ കണ്ടപ്പോൾ കീർത്തു വേഗം അപ്പുവിൻ്റെ മടിയിൽ നിന്നും എഴുന്നേറ്റിരുന്നു. ആഹാ, ചേട്ടായി വന്നല്ലോ. ഞാൻ കരുതി ഇപ്പോഴൊന്നും ഇങ്ങോട്ടേക്ക് വരവുണ്ടാകില്ല എന്ന്. എന്തേ പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നത്? ആരു തല്ലി ഓടിച്ചോ? എഡ്ഡിയെ നോക്കി കളിയാക്കിക്കൊണ്ട് കീർത്തു പറഞ്ഞപ്പോൾ അപ്പവും അത് ശരിവെക്കും വിധം ചിരിച്ചുകൊണ്ട് തലയാട്ടി. അങ്ങനെ അവൾ എന്നെ ഓടിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവളെ ഈ എഡ്ഡിയുടെ പെണ്ണാ. എൻ്റെ പ്രാണൻ പോലും അവളിലാണ്. അപ്പോൾ പിന്നെ അവൾക്കെന്നെ വെറുക്കാനോ തള്ളി മാറ്റാനോ ആവില്ല. പക്ഷെ അവളുടെ മനസ്സിൽ എന്തോ ഒരു വിഷമം കടന്നു കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് അവൾ എന്നോട് ചേർന്ന് നിന്നപ്പോൾ തന്നെ മനസ്സിലായി. എന്താ അതെന്ന് നിങ്ങൾക്കറിയാമോ? ആദ്യം സന്തോഷത്തോടെയും അവസാനം അത് ചോദിക്കുമ്പോൾ അവൻ്റെ മുഖം ഗൗരവത്തിലാകുന്നത് കണ്ട കീർത്തു അപ്പുവിനെ ഒന്ന് നോക്കി. ഇപ്പോൾ ഈ നിമിഷം ഏട്ടായി എല്ലാം അറിയുന്നത് തന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ എത്ര നാൾ എല്ലാം ഏട്ടായിൽ നിന്നും മറച്ചു വെക്കാനാകും? അത് അവരുടെ ബന്ധത്തിനെ തന്നെ വേറൊരു രീതിയിൽ ബാധിക്കില്ലേ? അതുകൊണ്ട് ഞാൻ തന്നെ പറയുമെല്ലാം. കീർത്തു ആത്മ. അത് പിന്നെ ഏട്ടായി അവൾക്ക്. കീർത്തു എന്തോ പറയാൻ വന്നതും അപ്പു അപ്പോൾ തന്നെ വന്നവളുടെ കയ്യിൽ പിടിച്ചു വേണ്ടെന്ന രീതിയിൽ തലയാട്ടിയിരുന്നു. എന്താ അർണവ്, കീർത്തു എന്താ പറയാൻ വന്നത്? നിങ്ങൾ എന്താ എന്നിൽ നിന്നും മറയ്ക്കുന്നത്? എന്താണെങ്കിലും എന്നോട് ഇപ്പോൾ തന്നെ പറയണം. അത് പറയുമ്പോൾ അവൻ്റെ മുഖം ദേഷ്യം കൊണ്ടൊന്ന് ചുവന്നു പോയിരുന്നു. അത് കണ്ട കീർത്തു പേടിയോടെ അപ്പുവിനെ ചുറ്റിപ്പിടിച്ചു. കൂൾ എഡ്ഡി, ആരുൻ്റെ ജീവിതത്തിൽ നടന്നതൊക്കെ ഞങ്ങൾ നിന്നോട് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. അത് അവൾ തന്നെ നിന്നോട് തുറന്നു പറയണം. കാരണം ഞങ്ങൾക്ക് പോലും അറിയാത്ത ചിലതും അവളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. എല്ലാം അവൾ പറഞ്ഞ് നീ അറിഞ്ഞാൽ മതി. ശാന്തനായി അപ്പു പറഞ്ഞതും എഡ്ഡി ഒരു നിമിഷം ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെ നിന്നു. അപ്പോഴാണ് അവൻ അന്ന് ആരു ഉറക്കിൽ നന്ദൻ എന്ന പേര് വിളിച്ചത് ഓർമ്മ വന്നത്. ആ കാര്യവും ഇവർ പറഞ്ഞ കാര്യവും വെച്ച് നോക്കുമ്പോൾ ആരുവിൻ്റെ ലൈഫിൽ എന്തൊക്കെയോ നടന്നിട്ടുണ്ട് എന്നവന് മനസ്സിലായി. നിങ്ങളിവിടെ ഇരിക്കേ. ഞാൻ വിളിക്കാതെ ആരുവിൻ്റെ അടുത്തേക്ക് വരരുത്. ഇന്ന് എന്ത് തന്നെ സംഭവിച്ചാലും എല്ലാം എനിക്കറിഞ്ഞേ മതിയാകൂ. ഇനിയും അവളിങ്ങനെ വേദനിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്കാവില്ല. അതും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ് ആരുവിൻ്റെ അടുത്തേക്ക് പോകുന്നവനെ അപ്പു ഒരു നിമിഷം നോക്കി നിന്നു പോയി. അവൻ ആരുവിൻ്റെ ഭാഗ്യമാണ് കീർത്തി. അവളുടെ ഉള്ളിലെ സങ്കടങ്ങളെല്ലാം നീക്കം ചെയ്ത് അവിടെ സന്തോഷം കൊണ്ടുവരാൻ അവനോളം കഴിവ് വേറെ ആർക്കുമില്ല. നിറഞ്ഞ സന്തോഷത്തോടെയുള്ള അവൻ്റെ വാക്കുകൾ കീർത്തുവിലും സന്തോഷം നിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതേ സമയം ആരുവിൻ്റെ മുറി തുറന്ന് അകത്തേക്ക് കയറിയ എഡ്ഡി കാണുന്നത് ബെഡിൽ കിടക്കുന്നവളെയാണ്. കണ്ണുകൾ രണ്ടും അടച്ചിട്ടാണുള്ളതെങ്കിലും അടഞ്ഞ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിറങ്ങുന്നത് കണ്ട എഡ്ഡിയുടെ ഹൃദയം പോലും ഒന്ന് പിടഞ്ഞു പോയി. മറ്റൊന്നും ഓർക്കാതെ ഓടിച്ചെന്നവളുടെ അടുത്തേക്ക് കിടന്ന് അവളെ പൊക്കിയെടുത്ത് നെഞ്ചിലേക്ക് ചേർക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും അവളുടെ വേദന ഒന്ന് അലിഞ്ഞില്ലാതാവണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആരു ആണെങ്കിൽ അപ്രതീക്ഷിതമായുള്ള അവൻ്റെ നീക്കത്തിൽ ആകെ വിറച്ചിരിക്കുകയായിരുന്നു. അവൾ തന്നെ കൊണ്ടാവും വിധം അവനിൽ നിന്നും കുതറാൻ നോക്കുന്നുണ്ടെങ്കിലും അവളെ കൊണ്ട് അതിനെ സമ്മതിക്കാതെ എല്ല് പൊടിയും വിധം എട്ടി അവളെ ഇറുക്കെ പുണർന്നപ്പോൾ പേടിയും വേദനയും കാരണം അവളുടെ ചുണ്ടുകൾ ഒന്ന് വിതുമ്പിപ്പോയി. നിക്ക് വേദനിക്കുന്നു എട്ടിച്ച. അറിയാതെ അവളുടെ നാവിൽ നിന്നും ആ വാക്കുകൾ പുറത്തേക്ക് വന്നപ്പോൾ എഡ്ഡി ഞെട്ടലോടെ അവളെ നോക്കി.